അവന് ഡോക്ടറാകണം, അവൾക്ക് ഒരു എഞ്ചിനീയർ ആവണം. പക്ഷേ എനിക്ക് മാത്രം ഒരു ഗോൾ കണ്ടെത്താനാവുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? ഈ ചോദ്യം ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കഥ പറയട്ടെ. കഥയല്ല, നടന്ന സംഭവം. എൻ്റെ പ്രൈമറി ക്ലാസ്സുകളിലെ ഒരു അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ആനയെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഒരു ആനക്കാരനാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ ഒരു പോലീസുകാരൻ ആനക്കാരനെ ശകാരിക്കുന്നത് കണ്ടപ്പോൾ പോലീസുകാരനാകണം എന്നായി ആഗ്രഹം. പിന്നീട് അധ്യാപികയായ ഭാര്യ പോലീസുകാരനായ ഭർത്താവിനെ ശകാരിക്കുന്നത് കേട്ടപ്പോൾ ആഗ്രഹം മാറി അധ്യാപകനായി മാറണമെന്നായി. അങ്ങനെ സ്വപ്നങ്ങൾ മാറി മാറി അദ്ദേഹം ആദ്യം ഒരു ക്ലർക്കാവുകയും പിന്നീട് അധ്യാപകനാകുകയും ചെയ്തു. നിങ്ങളോടും ചോദിച്ചിട്ടുണ്ടാവില്ലേ പലരും, വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാവണമെന്ന്? പല അധ്യാപകർ പല കുറി ഈ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ പല പല ഉത്തരങ്ങളാണ് എൻ്റെ ഉള്ളിൽ പൊങ്ങി വന്നിരുന്നത്. മിക്കവാറും ആയിട കണ്ട സിനിമയിലെ നായകന്റെയും നായികയുടെയും ജോലിയായിരിക്കും ഞാൻ വിളിച്ചു പറയുക. പല ജോലികളും അന്ന് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാലം കടന്നു, ആരാവണമെന്ന എൻ്റെ കൺഫ്യൂഷൻ മാത്രം മാറിയില്ല, പകരം അത് കൂടുകയാണ് ഉണ്ടായത്. എൻ്റെ താല്പര്യം എന്താണ്, എൻ്റെ കഴിവ് എന്താണ്, ഞാൻ ആരാവണം എന്ന് എനിക്ക് പോലും വ്യക്തമല്ലായിരുന്നു. പലപ്പോഴും അതെന്നെ ആഴത്തിലുള്ള ചിന്തകളിലേക്കും നിരാശകളിലേക്കും തള്ളിവിട്ടു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതെന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു പലർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലരത് തുറന്നു പറയുന്നു, മറ്റു ചിലർ അത് ഒളിച്ചു വെക്കുന്നു. പക്ഷേ സ്ട്രഗിൾ അതൊരുപോലെ തന്നെ. ഈ പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നോ? അതിലുത്തരം ഒന്നേ ഉള്ളൂ: ആത്മാർത്ഥത. നിങ്ങൾ നിങ്ങളോട് ഒരു ആത്മാർത്ഥത വച്ചു പുലർത്തുന്നു. ചിലർ കപട ലക്ഷ്യങ്ങൾ വെച്ച് നടക്കും. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, IAS ആകണം എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് കൃത്യമായൊരു ക്ലാരിറ്റി ഇല്ല. അവരിൽ പലരും മറ്റുള്ളവരെ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ചു പേർ മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അതിലേക്ക് എത്തുന്നത്. പലരും അതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാണ് ഇത് തങ്ങളുടെ താല്പര്യമല്ല എന്ന് തിരിച്ചറിയുന്നത് തന്നെ. ചിലർ എല്ലാം സഹിച്ച് അതിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടും. മറ്റു ചിലരാവട്ടെ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും. നിങ്ങൾ ഇവിടെയാണ് വ്യത്യസ്തരാകുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ഗോളുകൾ പിന്തുടരുന്നുമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്: മറ്റു പലരുടെയും വഴിയല്ല നിങ്ങളുടെ വഴി എന്ന്. പക്ഷേ ഏതാണ് നിങ്ങളുടെ വഴിയെന്ന് കണ്ടെത്താനുമായിട്ടില്ല. ഈ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടായി തോന്നുന്നതും നിങ്ങളെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നതും. ഇത് നിങ്ങളുടെ കഴിവുകേടല്ല, പകരം അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ്. എന്റെ വഴി മറ്റുള്ളവരുടേതല്ല എന്ന് തിരിച്ചറിവ്. നിങ്ങളുടെ മനസ്സ് ആഴത്തിൽ ചിന്തിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് അനുയോജ്യമായ എന്തോ ഒന്നിനെ തേടുന്നു. വലിയ വലിയ വിജയം നേടിയവരിൽ പലരും അവർ പ്രശസ്തരായ മേഖലകൾ ചെറുപ്പത്തിലേ കണ്ടെത്തിയതല്ല, പകരം അവരുടെ മേഖലകൾ അവരിലേക്ക് വന്നു ചേർന്നതാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് അവരുടെ ഇന്നത്തെ കാലഘട്ടം മികച്ചതാക്കാനുള്ള ആത്മാർത്ഥമായ മനസ്സായിരുന്നു. ഓർക്കൂ, കുട്ടിക്കാലത്ത് ഒരു ബാരിസ്റ്റർ ആകണമെന്ന് മാത്രം ചിന്തിച്ചിരുന്ന ആളായിരുന്നു ഗാന്ധിജി. സൗത്ത് ആഫ്രിക്കയിലെ ട്രെയിൻ യാത്രയിൽ സംഭവിച്ച ഒരു പെയിൻഫുൾ ഇവന്റിൽ നിന്നാണ് ഇന്ന് നാം കാണുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിന്റെ വഴി കണ്ടെത്തിയത്. അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾ തിരിച്ചറിയാനായി ഒരു മൊമെന്റ് വരും. ഒരുപക്ഷെ ഒരു ടീച്ചർ, ഒരു ബുക്ക്, ഒരു മിസ്റ്റേക്ക്, അങ്ങനെ ഏതൊരു മൊമെന്റിലൂടെയും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ തേടിയെത്തും. ആ മൊമെന്റ് തീരുമാനിക്കും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ വഴി എന്താണെന്ന്. അവിടെ നിന്ന് ഒരുപക്ഷെ അതുവരെയുള്ള നിങ്ങളുടെ ജീവിതം ഒരു യൂടേൺ തന്നെ എടുത്തെന്നിരിക്കും. നിങ്ങൾക്കൊരു ഗോൾ കണ്ടെത്താനായിട്ടില്ല എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കഴിവില്ലാത്തവനാണ് എന്നതല്ല, പകരം നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ സ്പാർക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമാണ്. ചിലർക്ക് നേരത്തെ ശരിയാകും, ചിലർക്ക് അതിനുള്ള സമയം വൈകിയേ വരൂ. കാത്തിരിക്കുക. കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും നല്ല പരിഹാരം. ഈ കാത്തിരിപ്പ് എന്നത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നതല്ല, നിങ്ങളുടെ കടന്നു പോകുന്ന നിമിഷത്തെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നതാണ്. നോക്കൂ, ഗാന്ധിജി ആണെങ്കിലും രത്തൻ ടാറ്റ ആണെങ്കിലും അവരിലേക്ക് അവരുടെ ലക്ഷ്യം എത്തുന്നത് വരെ അവർ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. പകരം അവർ കടന്നുപോയ കാലത്തെ കൃത്യമായി ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഗാന്ധിജി കൃത്യമായി പഠിച്ച് ഒരു ബാരിസ്റ്റർ ആവുകയാണ് ചെയ്തത്.
രത്തൻ ടാറ്റയാവട്ടെ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ നേടി മികച്ച വിദ്യാർത്ഥി എന്ന പേര് കേട്ടിട്ടാണ് പഠിച്ചിറങ്ങിയത്. ആർക്കിടെക്റ്റ് ആകാൻ ആഗ്രഹിച്ച അദ്ദേഹം പിന്നീട് ലോകമറിയുന്ന ഒരു ബിസിനസ്സുകാരനായി മാറി. നാളെ നിങ്ങൾ എന്തു തന്നെ ആവട്ടെ, നിങ്ങളുടെ ഇന്നുകൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓരോ പടിയും കൃത്യമായി കയറുക. പഠനമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ ആ പഠനം കൃത്യമായി പൂർത്തീകരിക്കുക, അവിടെ ഒന്നാമനാകുക. ജോലിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ ആ ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ തേടി വരും. അതുവരെ കടന്നു പോകുന്ന ഓരോ ഘട്ടവും ഏറ്റവും മികച്ചതാക്കും. ഓർക്കുക, ലക്ഷ്യം കണ്ടെത്താൻ വൈകുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല, പകരം അത് മറ്റൊരു തരത്തിൽ ഒരു വിജയമാണ്. തെറ്റായ ലക്ഷ്യം തിരഞ്ഞെടുക്കാത്തതിന്റെ വിജയം.